രബീന്ദ്രനാഥ ടാഗോറിൻ്റെ കാബൂളിവാല. ആഖ്യാനം കെ വാസന്തി, കെ വി രാമചന്ദ്രൻ. സാക്ഷാത്കാരം കെ വി രാമചന്ദ്രൻ. കാബൂളിവാല. പ്രഭാതം മുതൽ ഭവനത്തിൽ തിരക്കും ബഹളവും വർദ്ധിച്ചു. മുറ്റത്ത് മേലാപ്പോടുകൂടിയ പന്തൽ കെട്ടുവാനുണ്ടായിരുന്നു. ഭിത്തികളിന്മേലെല്ലാം വാൾസെറ്റുകൾ തറയ്ക്കുവാനുണ്ടായിരുന്നു. ധൃതിക്കും പരിഭ്രമത്തിനും അളവുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ മുറിക്കകത്തിരുന്ന് ചില കണക്കുകൾ പരിശോധിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരാൾ മുറിയിൽ കടന്നു വന്ന് എനിക്ക് സലാം തന്ന് എൻ്റെ മുമ്പിൽ വിനീതനായി നിന്നു. അത് ആ പഴയ കാബൂളിവാലയായിരുന്നു. എനിക്ക് ആദ്യം ആളെ മനസ്സിലായില്ല. അയാളുടെ തോളിൽ ഭാണ്ഡമുണ്ടായിരുന്നില്ല. അയാളുടെ മുടി നീണ്ടതായിരുന്നില്ല. അയാളുടെ ശരീരത്തിനുണ്ടായിരുന്ന പഴയ ഓജസ്സോ ശക്തിയോ അപ്പോൾ കണ്ടില്ല. അയാൾ പതുക്കെ ഒന്ന് പുഞ്ചിരിക്കൊണ്ടു. അപ്പോൾ എനിക്ക് ആളെ മനസ്സിലായി. താൻ എപ്പോൾ വന്നു? ഞാൻ അയാളോട് ചോദിച്ചു. ഇന്നലെ വൈകുന്നേരം എന്നെ ജയിലിൽ നിന്ന് വിട്ടയച്ചു. അയാൾ മറുപടി പറഞ്ഞു. ആ വാക്കുകൾ എൻ്റെ കർണരന്ധ്രങ്ങളിൽ വല്ലാതെ തറച്ചു. തൻ്റെ സമജീവിയെ മുറിവേൽപ്പിച്ച ഒരു ക്രൂരനോട് ഞാൻ നാളിതുവരെ സംസാരിച്ചിട്ടില്ല. അതോർത്തപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു പരിഭ്രമമുണ്ടായി. ഇന്നേ ദിവസം ഈ ആൾ വന്നിരുന്നില്ലെങ്കിൽ ഈ ശുഭദിവസം ഇതിലുമധികം മംഗളകരമാകുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇവിടെ ഇന്നൊരടിയന്തിരമാണ്. പല ജോലികളും നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് കുറെ തിരക്കുണ്ട്. അടുത്ത് വേറെ ഒരു ദിവസം വരാമോ എന്ന് ഞാൻ വീണ്ടും ചോദിച്ചു. ഉടനെ അയാൾ പോകുവാനായി ഭാവിച്ചു. പക്ഷേ വാതിൽക്കലെത്തിയപ്പോൾ അല്പം സംശയിച്ചു നിന്ന് പിന്നാക്കം തിരിഞ്ഞ് എന്നോട്, എനിക്ക് ആ ചെറിയ കുട്ടിയെ ഒന്ന് കണ്ടുകൂടെ സാർ? ഒന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. മിനി ഇന്നും പണ്ടത്തെ മിനി തന്നെയാണെന്നായിരുന്നു അയാളുടെ വിശ്വാസം. കാബൂളിവാല എന്ന് വിളിച്ചുകൊണ്ട് അവൾ പണ്ടത്തെ പോലെ അയാളുടെ അടുക്കൽ ഓടിയെത്തുമെന്ന് അയാൾ വിചാരിച്ചിരുന്നു. അയാൾ എങ്ങനെയോ തൻ്റെ ഒരു നാട്ടുകാരനോട് വാങ്ങിയ കുറച്ച് അണ്ടിപ്പരിപ്പും കാരക്കയും ഒരു കീറ കടലാസിൽ പൊതിഞ്ഞ് ആ കുട്ടിക്ക് കൊടുക്കുവാനായി സൂക്ഷിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ജയിലിൽ നിന്ന് പുറത്തുവിട്ട ഉടനെ അയാൾ ആദ്യമായി ചെയ്ത കാര്യം അതാണ്. തൻ്റെ സ്വന്തം വകയായി ഒരു അണ പോലും ഇല്ലാതിരുന്നതിനാൽ ഇത് സമ്പാദിക്കുന്നതിന് അയാൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കണം. ഇന്ന് ഈ വീട്ടിൽ ഒരു അടിയന്തരമായതുകൊണ്ട് ആരെയും കാണുന്നതിന് സാധിക്കില്ല എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. അയാളുടെ മുഖത്തുനിന്ന് പ്രസന്നത തീരെ പോയി. മുഖം താണു. അയാൾ അത്യാഗ്രഹത്തോടുകൂടി എൻ്റെ നേരെ കുറച്ചു നേരം നോക്കിക്കൊണ്ടു നിന്നു. ഒടുവിൽ സലാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. എനിക്ക് കുറച്ച് വ്യസനം തോന്നി. ഞാൻ അയാളെ തിരികെ വിളിച്ചാലോ എന്നാലോചിച്ചു. പക്ഷേ അയാൾ സ്വമനസാലെ തന്നെ തിരികെ വരുന്നുണ്ടായിരുന്നു. അയാൾ എൻ്റെ അടുത്തെത്തി ഒരു പൊതി നീട്ടി കാണിച്ചുകൊണ്ട്, ഞാൻ ഇത് ആ ചെറിയ കുട്ടിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. ഇത് നിങ്ങൾ എനിക്ക് വേണ്ടി ആ കുട്ടിക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചു. ഞാനത് വാങ്ങി അയാൾക്ക് പണം കൊടുക്കുവാനായി ഭാവിച്ചു. അപ്പോൾ അയാൾ എൻ്റെ കൈ കടന്നു പിടിച്ചു. നിങ്ങൾ വളരെ ദയാലു തന്നെ. എന്നെ നിങ്ങൾ മറക്കാതിരുന്നാൽ മതി. എനിക്ക് പണം തരരുത്. നിങ്ങൾക്ക് ഓമനയായ ഒരു പെൺകുട്ടിയുണ്ട്. എനിക്കും അവളെപ്പോലെ തന്നെ ഒരു കുട്ടി എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ മിനിയെ കാണുമ്പോൾ അവളെ ഓർക്കുന്നു. ആ ഓർമ്മയോടുകൂടിയാണ് ഞാൻ മിനിക്ക് ഇടയ്ക്ക് വല്ലതും കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അല്ലാതെ എനിക്ക് അതുകൊണ്ടൊരു ലാഭമുണ്ടാകാനല്ല.
അയാൾ എന്നോട് പറഞ്ഞു. ഇത്രയും പറഞ്ഞ് അയാൾ അയാളുടെ അഴുക്കുപുരണ്ട അയഞ്ഞ ഉടുപ്പിൻ്റെ അകത്തുനിന്ന് ഒരു ചെളി പിടിച്ച ചെറിയ കടലാസ് ചുരുൾ പുറത്തേക്കെടുത്തു. വളരെ സൂക്ഷ്മതയോടുകൂടി അയാൾ അത് കെട്ടഴിച്ചു. 2 കൈകൊണ്ടും കൂടി അതിലുണ്ടായിരുന്ന ഒരു കടലാസ് എടുത്ത് എൻ്റെ മേശപ്പുറത്ത് വെച്ചു. അതിൽ ഒരു കുട്ടിയുടെ കൈപ്പടത്തിൻ്റെ ഛായയുണ്ടായിരുന്നു. ഛായാപടമല്ല, ചിത്രം വരച്ചതുമല്ല. കയ്യിൽ മഷി പുരട്ടി കടലാസിൽ പതിച്ചതായിരുന്നു ആ ചിത്രം. അത് അയാളുടെ മകളുടേതായിരുന്നു. ഈ കാലമെല്ലാം അത് അയാളുടെ കൈവശത്തിലുണ്ടായിരുന്നു. കൊല്ലം തോറും കൊൽക്കത്തയിൽ വന്ന് സാധനങ്ങൾ വിറ്റ് നടക്കുമ്പോഴെല്ലാം ഈ കടലാസ് അയാൾ അയാളുടെ ഹൃദയത്തോട് ചേർത്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കണ്ണുകൾ തനേ നിറഞ്ഞു. അയാൾ ദരിദ്രനായ ഒരു കാബൂൾക്കാരൻ, പിച്ച കച്ചവടക്കാരനാണെന്നുള്ള കഥ തന്നെ ഞാൻ തൽക്കാലം മറന്നു. എന്നാൽ ഞാനോ? ഇല്ല, ഒന്നുമില്ല. എനിക്കെന്താ അയാളെക്കാൾ ഒരു വിശേഷം? അയാളും എന്നെപ്പോലെ ഒരച്ഛൻ. ദൂരെ കാബൂളിൽ കിടക്കുന്ന അയാളുടെ ചെറിയ മകളുടെ കൈപ്പടത്തിൻ്റെ ആ ഛായ മിനിയുടെ കുട്ടിക്കാലത്തെ എൻ്റെ ഓർമ്മയിൽ കൊണ്ടുവന്നു. ഞാൻ ഉടനെ ഒരാളെ അയച്ച് അന്തഃപുരത്തിൽ നിന്ന് അവളെ പുറത്തേക്ക് വരുത്തി. ചില ആളുകൾ അതിന് തടസ്സം പറഞ്ഞു. ഞാൻ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല. അവൾ, എൻ്റെ മിനി, ചുവന്ന സാരിയുടുത്ത് കല്യാണവേഷം ധരിച്ച് നെറ്റിയിൽ ചന്ദനം വരച്ച് കുറിയിട്ട് യൗവനയുക്തയായ വധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങി ലജ്ജാവിവശിതയായി എൻ്റെ അടുത്ത് വന്നു നിന്നു. ആ വേഷം കണ്ട് കാബൂളിവാല പരിഭ്രമിച്ച് കുറച്ചൊന്ന് സ്തംഭിച്ചു നിന്നുപോയി. അയാൾക്ക് അവളുമായുള്ള പഴയ ചങ്ങാതിത്വവും കൂട്ടുകെട്ടും വീണ്ടും പുതുക്കുവാൻ ഇനി സാധിക്കുകയില്ല. ഒടുവിൽ അല്പം ചിരിച്ചും കൊണ്ട്, കുട്ടി, നീ ഇപ്പോൾ ശ്വശുരഗൃഹത്തിലേക്ക് പോവുകയാണോ എന്ന് കാബൂളിവാല മിനിയോട് ചോദിച്ചു. ആ വാക്കുകളുടെ അർത്ഥം ഇപ്പോൾ അവൾക്ക് നല്ലപോലെ അറിയാമായിരുന്നു. പണ്ടത്തെ പോലെ ഇന്ന് മറുപടി പറയുവാൻ അവൾക്ക് നിർവാഹമില്ല. ചോദ്യം കേട്ടപ്പോൾ അവളുടെ മുഖം ചുവന്നു. അവൾ തല താഴ്ത്തി അയാളുടെ മുമ്പിൽ ചിന്താമഗ്നയായി ലജ്ജിച്ചു നിന്നു. കാബൂളിവാലയും മിനിയും തമ്മിൽ ഒന്നാമതായി കണ്ടെത്തിയ സന്ദർഭത്തെ ഞാൻ അപ്പോൾ ഓർത്തു. എനിക്ക് വ്യസനം തോന്നി. മിനി വീണ്ടും അന്തഃപുരത്തിലേക്ക് പോയപ്പോൾ കാബൂളിവാല സാരഗർഭവും പരിതാപജനകവുമായ ഒരു ദീർഘശ്വാസത്തോടുകൂടി അവിടെ തന്നെ നിലത്ത് പെട്ടെന്നിരുന്നു. ഈ കാലത്തിനിടയ്ക്ക് അയാളുടെ മകളും ഇതുപോലെ വളർന്ന് അവൾക്കും പ്രായപൂർത്തി വന്നിട്ടുണ്ടാകുമെന്ന് അയാൾക്ക് ഓർമ്മ വന്നു. അവിടെ ചെന്നാൽ അച്ഛനും മകളും തമ്മിൽ അറിയുകയില്ലെന്നും അന്യോന്യം വീണ്ടും പരിചയപ്പെടേണ്ടി വരുമെന്നും അയാൾ വിചാരിച്ചു. തീർച്ചയായും അയാളുടെ മകൾ ഇപ്പോൾ മുമ്പിരുന്നതുപോലെ ആയിരിക്കില്ല. വിശേഷിച്ച് ഈ 8 കൊല്ലത്തിനിടയ്ക്ക് അവൾക്ക് എന്തെല്ലാമൊക്കെയോ സംഭവിച്ചിട്ടുണ്ടാവാം. വിവാഹവാദ്യം മുഴങ്ങി. ശരത്കാല സൂര്യൻ പ്രഭാപടലത്താൽ ആ പ്രദേശമെല്ലാം ശോഭനമാക്കി. പക്ഷേ കാബൂളിവാല കൊൽക്കത്തയിലെ ആ ഇടവഴിയിലിരുന്ന് ദൂരെ കിടക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ ഇവിടുത്തെ പ്രധാന നഗരമാണ് കാബൂൾ. ഫലപുഷ്ടിയില്ലാത്ത പർവ്വതനിരകളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഒരു ബാങ്ക് നോട്ടെടുത്ത് അയാൾക്ക് കാണിച്ച് ഇപ്രകാരം പറഞ്ഞു. താൻ തൻ്റെ നാട്ടിലേക്ക് മടങ്ങി തൻ്റെ മകളുടെ സമീപത്തേക്ക് വേഗം ചെല്ലൂ. നിങ്ങളുടെ സന്തോഷകരമായ ആ കൂടിക്കാഴ്ച എൻ്റെ കുട്ടിയുടെ ക്ഷേമാഭിവൃദ്ധിക്ക് കാരണമായി തീരട്ടെ. ഈ സമ്മാനം കൊടുത്തതു കാരണം അന്നത്തെ കല്യാണ ചെലവിൽ പലതും എനിക്ക് വേണ്ടെന്ന് വയ്ക്കേണ്ടതായും ചിലതെല്ലാം ചുരുക്കേണ്ടതായും വന്നു. ഉദ്ദേശിച്ച മാതിരി വൈദ്യുത ദീപങ്ങൾ ഞാൻ ഏർപ്പെടുത്തിയില്ല. പട്ടാളക്കാരുടെ ബാൻഡും വേണ്ടെന്ന് വെച്ചു. വീട്ടിലെ സ്ത്രീകൾക്ക് അതുകൊണ്ടെല്ലാം വലിയ പരിഭവമായി. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വിവാഹം വിചാരിച്ചതിലധികം തൃപ്തികരവും മംഗളകരവും ആയിത്തീർന്നു.
വളരെ ദൂരത്തുള്ള ഒരു ഭവനത്തിൽ ദീർഘകാലമായി അന്യോന്യം കാണാതിരിക്കുന്ന ഓമനയായ ഒരു പെൺകുട്ടിയും അവളുടെ സ്നേഹമുള്ള പിതാവും വീണ്ടും ഒന്നിച്ചുകൂടുവാൻ സംഗതിയായല്ലോ എന്ന വിചാരം എനിക്ക് ഞാൻ അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സമാധാനവും സംതൃപ്തിയും സന്തോഷവും തന്നു.